മനു എന്ന് വരുന്ന വിവരം നീ അറിഞ്ഞില്ലേ കുഞ്ഞേ? മഞ്ഞു പൊഴിയുന്ന ആ പുലർക്കാലത്ത് തണുപ്പ് സഹിച്ചും മുറ്റം തൂത്തൊതുക്കുന്ന പെണ്ണിനോട് പിന്നിരുന്ന് ലക്ഷ്മി തിരക്കി. ഏടത്തിന്ന് സ്വപ്നം കണ്ടോ? മനുവേട്ടൻ വരുന്നെങ്കിൽ ഞാൻ അറിയാതെ ഇരിക്കോ? ചൂലെന്ന് കയ്യിൽ തട്ടിക്കൊണ്ട് നിവി ചിരിയോടെ തിരക്കി. അവൻ നിന്നെ ഇന്നലെ മറ്റോ വിളിച്ചിരുന്നോ? ചോദിച്ചുകൊണ്ട് കയ്യിലിരുന്ന അർച്ചന പ്രസാദം കൃഷ്ണന്റെ ഫോട്ടോയ്ക്ക് മുന്നിലെ ചെറിയ സ്റ്റാൻഡിൽ വെച്ചു ലക്ഷ്മി. ഒരാഴ്ചയായി ഏട്ടത്തി എന്നെ വിളിച്ചിട്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടിയതുമില്ല. അല്ല, ഏട്ടത്തിയുടെ ആരാ പറഞ്ഞേ മനുവേട്ടൻ വരുന്നുണ്ടെന്ന്? കരിയിലകളൊക്കെ തൂത്തു കൂട്ടിയിട്ട് ചൂലൊതുക്കി വെച്ച് മുറ്റത്തെ പൈപ്പിലും കൈയും കഴുകി ലക്ഷ്മിക്കരികിൽ വന്നു നിന്ന് നിവി ചോദിച്ചു. നാണിയമ്മ പറഞ്ഞു ഇന്ന് വരുന്നുണ്ടെന്ന്. ഇനി അവർക്ക് എന്തെങ്കിലും തെറ്റു പറ്റിയതാണെന്ന് അറിയില്ല. അവൻ വരുന്നെങ്കിൽ നീ അറിയേണ്ടതാണല്ലോ എന്ന് കരുതി ചോദിച്ചതാണ്. അവൾക്ക് മുഖം കൊടുക്കാതെ അകത്തെ മുറിയിലേക്ക് പോകുമ്പോൾ ലക്ഷ്മി പറഞ്ഞു. ലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയ നിമിഷം അടുക്കള സ്ലാബിലിരുന്ന തന്റെ ഫോൺ എടുത്ത് മനുവിനെ വിളിച്ചു. എന്നാൽ കഴിഞ്ഞ 3-4 ദിവസമായി കേൾക്കുന്ന സ്വിച്ച് ഓഫ് എന്ന പല്ലവി തന്നെ ഈ തവണയും കേട്ടു. ഇനിയിന്ന് മനുവേട്ടൻ വരുന്നുണ്ടാകുമോ? വരുന്നെങ്കിൽ ഒരാഴ്ച മുൻപ് വിളിച്ചപ്പോൾ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. അതിനുശേഷം വിളിക്കുമ്പോൾ ഒക്കെ ഫോൺ സ്വിച്ച് ഓഫും ആണല്ലോ. എന്താകും കാര്യം? ഇനി അമ്മായി എങ്ങാനും ബഹളം വെച്ചിട്ടുണ്ടാകുമോ? അതോ ഇനി എന്തെങ്കിലും അപകടം? അങ്ങനെ ഓർക്കാൻ പോലും ആകാതെ നിവി നിന്നു. വിളിച്ചിട്ട് കിട്ടിയോ നിവി? ഫോണും കയ്യിൽ പിടിച്ച് ആലോചനയോടെ നിൽക്കുന്നവൾക്ക് അരികിൽ വന്ന് ലക്ഷ്മി തിരക്കി. കിട്ടിയില്ലേട്ടത്തി. എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടാകുമോ? അപകടം വല്ലതും? ചോദിച്ചുകൊണ്ട് വിങ്ങലോടെ അവൾ ലക്ഷ്മിയെ നോക്കി. നിവി. ലക്ഷ്മി കരുതലോടെ അതിലേറെ ആലിവോടെ അവളെ വിളിച്ചു. എന്താ ഏട്ടത്തി? ലക്ഷ്മിയുടെ മുഖഭാവൻ നിവിയിൽ ഒരു വിറയിൽ പടർത്തി. ഇന്ന് മനു വരുന്നുണ്ടെന്നത് സത്യം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ അവസ്ഥയൊക്കെ അറിഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു തീർക്കും മുൻപ് ഒരു ശ്വാസം മുട്ടലോടെ നിവി തിരക്കി. മോളെ, ഏട്ടത്തിയുടെ സംശയമാണ്. അവൻ മനു എന്റെ കുട്ടി ഒഴിവാക്കാൻ നോക്കുവാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇല്ല ഇല്ല ഏട്ടത്തി, ഇങ്ങനെയൊന്നും പറയല്ലേ. ഒരിക്കലും ഒന്നിനു വേണ്ടിയും ഈ നിവി ഒഴിവാക്കാൻ മനുവേട്ടനാവില്ല ഏട്ടത്തി. അത്രയ്ക്കിനും ജീവനാണ് മനുവേട്ടന്. വിങ്ങി പൊട്ടിക്കൊണ്ടവൾ ലക്ഷ്മിയുടെ നെഞ്ചോരം ചെയ്യാതെ. ഏട്ടത്തിയുടെ കുട്ടി വിഷമിക്കാൻ പറഞ്ഞതല്ല. അങ്ങനൊന്നും സംഭവിക്കാതിരിക്കാൻ ഏട്ടത്തി മനസ്സൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിവിയെ പൊതിഞ്ഞു പിടിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. ഇത് മാംഗല്യം വീട്. അവിടെ മുരളീധരന്റെയും സുമയുടെയും 2 മക്കളിൽ ഇളയവളാണ് നിവിത എന്ന നിവി. മൂത്തയാൾ നിവിയേക്കാൾ 15 വയസ്സിന് മുതിർന്ന നിരഞ്ജന്റെ ഭാര്യയാണ് ലക്ഷ്മി. മുരളീധരൻ കൃഷിപ്പണിയായിരുന്നു. സുമ വീട്ടമ്മയും. നിരഞ്ജനൊരു ഇലക്ട്രിക്കൽ ഷോപ്പുണ്ട് ടൗണിൽ. നിരഞ്ജനും ലക്ഷ്മിയും വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടായിട്ടില്ല. ആ ഒരു ദുഃഖം ഒഴിച്ചാൽ മറ്റു ദുഃഖമോ അല്ലലോ ഇല്ലാത്തൊരു ജീവിതം തന്നെയായിരുന്നു. 4 മാസം മുൻപ് വരെ മാംഗല്യം വീട്ടിലുള്ളവർക്ക്. 4 മാസങ്ങൾക്ക് മുൻപ് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് സുമി ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് മുരളിയും നിരഞ്ജനും കൂടെ. പോകും വഴി കാർ ഒരു ലോറിയിൽ ഇടിച്ചുള്ള അപകടത്തിൽ സുമ സംഭവ സ്ഥലത്ത് വെച്ചും മുരളി ആശുപത്രിയിൽ വെച്ചും മരണത്തിന് കീഴടങ്ങി. കാലുകൾക്ക് രണ്ടും തളർന്ന നിലയിൽ നിരഞ്ജനെ തിരികെ കിട്ടുകയും ചെയ്തു. അന്ന് അപകടം നടക്കുമ്പോൾ ലക്ഷ്മി അവളുടെ വീട്ടിലും നിവി കോളേജിലുമായിരുന്നു. ആ അപകടത്തോടെ കുടുംബത്തിൽ കടുത്ത സാമ്പത്തിക ബാധ്യതയുമായി ലക്ഷ്മി അവളുടെ വീട്ടുകാർ തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് 2 വർഷം മുൻപ് ഉറപ്പിച്ചു വെച്ച നിവിയുടെ വിവാഹവും നടത്തേണ്ടത്. മുരളിയുടെ സഹോദരി വിമലയുടെ മകൻ മനോജ് എന്ന മനുവാണ് നിവിയുടെ വരൻ. 14-ാം വയസ്സ് മുതലുള്ള നിവിയുടെ പ്രണയം പരസ്പരം പിരിയാനാവില്ലെന്ന് ഇരുവരും ഒരുപോലെ പറഞ്ഞതുകൊണ്ടാണ് അന്ന് നിശ്ചയം നടത്തിയത്. അത് കഴിഞ്ഞാണ് മനോജ് ഗൾഫിലേക്ക് പോയതും. നിവി. തന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന നിവിയുടെ മുഖം പിടിച്ചുയർത്തി ലക്ഷ്മി. ആരില്ലെങ്കിലും നിന്റെ ഏട്ടനും ഞാനും നിന്റെ കൂടെ ഉണ്ടാകും. ഇനി അങ്ങോട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ എപ്പോഴും നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഉണ്ടാവില്ലേ? അവളെ കരഞ്ഞു ചുവന്ന മുഖം കാണാൻ ലക്ഷ്മി അലിവോടെ തിരക്കി. ലക്ഷ്മിയുടെ കൈകളിൽ മുറുക്കെ പിടിച്ചവൾ മെല്ലെ മോളി. എന്നാൽ ഒന്നും ചിന്തിച്ചിരുന്ന മനസ്സ് തളർത്താതെ ക്ലാസ്സിൽ പോകാൻ നോക്ക്. നിവി ഡിഗ്രി അവസാന വർഷമാണ് പഠിക്കുന്നത്. മനു വരുമ്പോൾ നിന്നെ കാണണമെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും. നീ ശ്രീപത്മത്തിൽ മനോജിന്റെ വീട് പോകരുത്. ലക്ഷ്മി അവളുടെ മുഖമൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയുമ്പോൾ നിവിയുടെ നിറഞ്ഞു ചുവന്ന വലിയ കണ്ണുകൾ അവളുടെ വലത് കൈയിലെ മോതിരവിരലിൽ കിടന്ന് തിളങ്ങുന്ന മോതിരത്തിലേക്ക് മനോജ് എന്ന പേരിലായിരുന്നു. കഴിക്കാൻ വാ നിവി. കുളിച്ച് വേഷം മാറി ബാഗുമെടുത്ത് വരുന്നവളുടെ ചുവന്നു വീങ്ങിയ മുഖം കണ്ട് വേദന തോന്നിയെങ്കിലും അത് ശ്രദ്ധിക്കാത്ത പോലെ ലക്ഷ്മി വിളിച്ചു. വിശപ്പില്ലേടത്തി, എനിക്കൊന്നും വേണ്ട. അടഞ്ഞ ശബ്ദത്തിൽ നിവി പറഞ്ഞു. ഒന്നും കഴിക്കാതെ പോയി എവിടെയും തല കറങ്ങി വീഴാനാണോ നിവി? കഴിക്കാതെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. കുറച്ചെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ലക്ഷ്മി ഒരു പ്ലേറ്റിൽ ഒരു ദോശ എടുത്തു വെച്ച് അല്പം ചമ്മന്തി കൂടി ഒഴിച്ച് ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു. എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ് ഏട്ടത്തി. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചിട്ട് അവൾ ദയനീയമായി പറഞ്ഞു. നീ കഴിച്ചിട്ടാണോ പോയതെന്ന് നിന്റെ ഏട്ടൻ ചോദിക്കുമ്പോൾ എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. വായ തുറന്നേ ഞാൻ വാരിത്തരാം.
അവളുടെ മുഖം കാണി നെഞ്ചിൽ വേദന തിങ്ങിയെങ്കിലും പുറമെ ഭാവിക്കാതെ ദോശ പിച്ചി കറിയിൽ മുക്കി നിവിയുടെ വായ്ക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. പിന്നൊന്നും എതിർത്ത് നിൽക്കാതെ നിവി വായ തുറന്നത് സ്വീകരിച്ചു. ഏട്ടൻ ഉണർന്നിട്ടുണ്ടോ ഏട്ടത്തി? വായ കഴുകി വരുമ്പോൾ നിവി ലക്ഷ്മിയോട് ചോദിച്ചു. ഉണർന്ന് ഫ്രഷ് ആയിട്ടിരിക്കുക, നീ അങ്ങോട്ട് ചെല്ല, ഞാൻ രഞ്ജുവിന് കഴിക്കാനുള്ളത് എടുത്തു വരാം. ലക്ഷ്മി പറഞ്ഞു കേട്ട് തലയാട്ടിക്കൊണ്ട് നിവി ഏട്ടന്റെ മുറിയിലേക്ക് നടന്നു. ഏട്ടന്റെ നിവിക്കുട്ടി എന്താ അവിടെ നിന്ന് ആലോചിക്കുന്നേ? ഇങ്ങ് കയറി വാ. ഹെഡ് റെസ്റ്റിൽ ചാരി ഇരുന്നു കൊണ്ട് രഞ്ജു അവളെ വിളിച്ചു. ബാലൻസ് ഇല്ലാതെ വീഴാതെ ഇരിക്കാൻ ഫാൻ ഇടാൻ പിടിപ്പിച്ചിരുന്ന ഹുക്കിൽ ഒരു കയർ കെട്ടിയിരിക്കുന്നതിൽ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് അവന്റെ ഇരിപ്പ്. ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരാമേ ഏട്ടാ, എന്റെ ഏട്ടൻ ഫുഡൊക്കെ കഴിച്ച് മിടുക്കനായിട്ടിരിക്കണേ. ബെഡിൽ അവളോട് ചേർന്നിരുന്ന ഏട്ടനെ ചുറ്റിപ്പിടിച്ച് കളിൽ ഉമ്മ വെച്ചുകൊണ്ട് നിവി പറഞ്ഞു. ഏട്ടൻ കഴിച്ചോളാം. ഏട്ടന്റെ കുട്ടി കഴിച്ചിരുന്നോ? രഞ്ജു ഇടത് കൈ കൊണ്ട് അവളെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. കഴിച്ചല്ലോ, വിശപ്പില്ലെന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തി വാരി തന്നെ കഴിപ്പിച്ചു. ഏട്ടനോട് ചേർന്ന് അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് നിവി പറഞ്ഞു. എന്താ എന്റെ കുഞ്ഞിക്ക് കണ്ണും മുഖവും ഒക്കെ ആകെ ചുവന്നിരിക്കുന്നല്ലോ. അവൾ താഴത്തുമ്പിൽ പിടിച്ച് ആ മുഖമൊന്ന് ഉയർത്തി രഞ്ജു തിരക്കി. ഒന്നുമില്ലേട്ടാ, കുഞ്ഞൊരു ജലദോഷം, അത്രയുള്ളൂ. നിവി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ വയ്യൊക്കെ വെച്ച് ഇന്ന് പോണം മോളെ? ആശങ്കയുടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. പോണേട്ടാ, ഒരു എക്സാം ഉണ്ട് ഇന്ന്. ദേ ഏടത്തി കഴിക്കാൻ കൊണ്ടുവന്നല്ലോ, നല്ല മിടുക്കനായിട്ട് കഴിച്ചിട്ടിരുന്നോ, ഞാൻ പോയിട്ട് വരാവേ. രഞ്ജുവിന് കഴിക്കാനുള്ളതുമായി വരുന്ന ലക്ഷ്മിയെ കണ്ട് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ഭാഗമായി എഴുന്നേറ്റു. ശ്രദ്ധിച്ചു പോണേ കുഞ്ഞേ. ഏട്ടത്തിയുടെ കവളിൽ അമർത്തിയൊന്ന് മുത്തി വാതിൽ കടന്നു പോയവളോട് രഞ്ജു വിളിച്ചു പറഞ്ഞു. അവൾ അതിന് മറുപടിയായി ചെറുചിരിയോടെ ഒന്ന് മോളി, പിന്നെ ഭാഗമായി പുറത്തേക്കിറങ്ങി. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ടവൾ തൊട്ടപ്പുറത്തെ മതിൽക്കെട്ടിനുള്ളിലേക്കൊന്ന് നോക്കി. ആരിയില്ലേ അവിടെ? ഇനി മനുവേട്ടനെ കൂട്ടാൻ പോയിട്ടുണ്ടാകുമോ? സ്വയം ഓർത്തുകൊണ്ട് ബാഗ് പിന്നിൽ തൂക്കിയിട്ട് തോളിൽ പിൻ ചെയ്ത് ഉറപ്പിച്ച ഷോളിൽ തെരു പിടിപ്പിച്ചുകൊണ്ടവൾ ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി. തിരികെ ഗേറ്റടച്ച് മുന്നോട്ട് നടക്കുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും സരോവരത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു അവളെ നനവൂറി നിൽക്കുന്ന കണ്ണുകൾ. ലച്ചു, എന്താടി എന്റെ കുഞ്ഞിക്ക് പറ്റിയത്? അവൾ എന്തിനാ കരഞ്ഞത്? കഴിക്കാനുള്ള ആഹാരം മുന്നിലേക്ക് നീട്ടിയിട്ടും അതിലൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ രഞ്ജു അവളോട് തിരക്കി. പറയാം, എല്ലാം ഞാൻ പറയാം, ആദ്യം രഞ്ജു ഇത് കഴിക്ക്. ലക്ഷ്മി വീണ്ടും ദോശ അവന് നേരെ നീട്ടി. ഇല്ല, എന്റെ കുഞ്ഞിന് ഇറങ്ങിപ്പോയ പോക്ക് കണ്ട് എന്റെ നെഞ്ചു പിടയുന്നുണ്ട് ലച്ചു, നീ കാര്യം എന്താണെന്ന് പറയേ. മുറുകിയ മുഖത്തോടെ രഞ്ജു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ പറയാന്ന്. രഞ്ജു ഒന്ന് നിവർന്ന് എഴുന്നേറ്റ് നിന്നാലേ എനിക്ക് നിവിക്കും ഇനി മുന്നോട്ടൊരു ജീവിതമുള്ളൂ. അതിനും ഈ ഫുഡും മരുന്നും ഒക്കെ വേണം. ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കാര്യം പറയാം. ട്യൂഷന് പിള്ളേർ വരാൻ നേരെ, അവർക്ക് എക്സാം ആയതുകൊണ്ട് 9 മണിക്കാണ് ക്ലാസ്. അതുകൊണ്ട് എന്നോട് തറക്കിച്ച് നേരം കളത് രഞ്ജു അത് കഴിക്കാൻ നോക്ക്. നനഞ്ഞു തുടങ്ങിയ കണ്ണുകൾ ഒഴുങ്ങി ഇറങ്ങാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. നിവിയുടെ മുഖം ഓർക്കെ നെഞ്ചു പൊട്ടുന്ന നോവ് തോന്നിയെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ ഒന്നും മിണ്ടാതെ അവൾ കൊടുത്ത ആഹാരവും മരുന്നും കഴിച്ച കാര്യം അറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു നിരഞ്ജൻ. ഇനിയെങ്കിലും ഒന്ന് പറയില്ലച്ചു, എന്താ എന്റെ കുഞ്ഞിക്ക് പറ്റിയത്? അവൾ എന്തിനാ ഇങ്ങനെ കരഞ്ഞത്? ജലദോഷം കൊണ്ടാണ് മുഖവും കണ്ണും ഒക്കെ ചുവന്നെന്ന് അവൾ പറഞ്ഞാലും എനിക്കറിയാം അതൊന്നും അല്ല കാരണം എന്ന് പിടയുന്ന നെഞ്ചോടെ നിരഞ്ജൻ തിരക്കി. നമ്മുടെ കുഞ്ഞിയുടെ വലിയൊരു സങ്കടം കൂടെ കാണേണ്ടി വരും രഞ്ജു. അവന്റെ അടുത്തിരുന്ന കവളിൽ കൈ ചേർത്ത് വെച്ച് ലക്ഷ്മി പറഞ്ഞു. നീ ഇതെന്താ ലച്ചു പറയുന്നത്? മനുഷ്യനെ മനസ്സിലാക്കുന്ന വിധത്തിൽ പറയോ? നിവിയുടെ കാര്യമാണെന്ന് കേട്ടതും അവന്റെ ഹൃദയം പിടഞ്ഞു. രഞ്ജു, ഇന്ന് മനു ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അതിന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ നാണിയമ്മ പറഞ്ഞാണ് അറിഞ്ഞത്. നിവിയും അറിഞ്ഞിട്ടില്ല. അതുപോലെ കഴിഞ്ഞ കുറച്ചു ദിവസമായി നിവിയെ മനു വിളിക്കോ അവള് കോളുകളൊന്നും തന്നെ അറ്റൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വേദനയുടെ ലക്ഷ്മി അവന്റെ നെഞ്ചിൽ ചേർന്നുകൊണ്ട് മെല്ലെ ചോദിച്ചു. അവന് അങ്ങനെ എന്റെ കുഞ്ഞെ വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ ലച്ചു? നിറംവീഴ്ചയോടെ അവൻ തിരക്കി. അറിയില്ല, എനിക്കൊന്നും അറിയില്ല രഞ്ജു. അമ്മ ഇങ്ങോട്ട് കയറി വന്നിട്ട് മാസം 1 കഴിഞ്ഞു. ഞാൻ വെളിയിൽ നിൽക്കുമ്പോൾ എങ്ങാനും എന്നെ കണ്ടാലും കാണാത്ത പോലെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി പോകും. എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ മനു നിവിയെ ഒഴിവാക്കണോ എന്ന് എനിക്ക് തോന്നി. ആയിരിക്കും. ഇനിയിപ്പോ അന്ന് അച്ഛൻ പറഞ്ഞ പോലെ ഒന്നും കൊടുക്കാൻ കഴിവില്ലെന്ന് അവർക്കറിയാലോ. എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഈ വിവാഹം നടത്തുമായിരുന്നു. ഇതിപ്പോ ഒന്നിനും കഴിയാത്ത ഗതികെട്ട ജന്മമായി പോയില്ലേ എന്റേത്. അന്ന് അച്ഛനും അമ്മയ്ക്കും അപ്പം ഞാനും അങ്ങ് പോയാൽ മതിയായിരുന്നു അല്ലേ ലച്ചു? പദം പറഞ്ഞ് കരയുമ്പോൾ രഞ്ജുവിന്റെ ദേഹം കുഴഞ്ഞു പോയിരുന്നു. നീ അവർക്കൊപ്പം പോയിരുന്നെങ്കിൽ പിന്നെ എനിക്ക് നമ്മുടെ കുഞ്ഞിക്ക് ആരുണ്ടടാ? അതെന്താ നീ ഓർക്കാത്തത്? ഇപ്പോ എഴുന്നേറ്റ് നടക്കാൻ വയ്യെങ്കിലും നീ കൂടെ ഉണ്ടെന്ന ധൈര്യം മതി രഞ്ജു, ഞങ്ങൾക്ക് 2 ആൾക്കും. പിന്നെ ആ മനു, അവൻ നിവിയെ പണമില്ലാത്തതിന്റെ പേരിൽ ഒഴിവാക്കുകയാണെങ്കിൽ നന്നായിന്നേ ഞാൻ പറയൂ. പണമാണ് വലുതെന്ന് കരുന്ന ഒരുവനെ അവൾക്ക് വേണ്ട. ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും അവൾ തള്ളി പറയാത്ത ഒരുത്തനെ ദൈവം എവിടെയോ അവൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ലക്ഷ്മി കടുത്ത സ്വരത്തിൽ പറഞ്ഞു.
എങ്കിലും എൻ്റെ കുഞ്ഞി അവൾക്കിത് താങ്ങാൻ കഴിയോ ലച്ചു? 5 വർഷത്തെ പ്രണയമാണ്. പെട്ടെന്നൊരു ദിവസം അത് നഷ്ടപ്പെടുമ്പോൾ എൻ്റെ കുഞ്ഞ് തകർന്നു പോയില്ലേ? നെഞ്ചിൽ അമർത്തി തടവിക്കൊണ്ട് രഞ്ജു പറഞ്ഞു. എന്തു വന്നാലും നേരിടണം രഞ്ജു, നേരിട്ടേ പറ്റും. നീ ഇങ്ങനെ തളരരുത്. അവൾക്ക് മുന്നിൽ നമ്മൾ തകർന്നാ പിന്നെ കുഞ്ഞുണ്ടാവില്ല രഞ്ജു. അതുവരെ കടിച്ചു പിടിച്ചെന്ന ലക്ഷ്മി ഈ തവണ കരഞ്ഞു പോയിരുന്നു. കരയില്ലേ ലക്ഷ്മി, നീ കൂടെ ഇങ്ങനെ ആയാൽ പറ്റില്ല. ലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ കിലകില ചിരിച്ചുകൊണ്ട് ഏട്ടെന്ന് വിളിച്ച് തെറിച്ച് ഓടി വരുന്ന ഒരു കുഞ്ഞിപ്പെണ്ണായിരുന്നു നിരഞ്ജന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നത്. നിവി, എന്താടി കണ്ണും മുഖവുമൊക്കെ ചുവന്നാകെ വല്ലാതെ വയ്യ നിനക്ക്? ക്ലാസ്സിലേക്ക് കയറി വന്ന നിവിയെ കണി മുഖം ചുളിച്ചുണ്ട് അഞ്ജന തിരക്കി. അഞ്ജന എന്ന നിവിയുടെ അഞ്ജുമ നേഴ്സറി മുതൽ കൂട്ടുകാരികളാണ് രണ്ടുപേരും. ഇന്നും പിരിയാതെ ഒരുമിച്ച് ഒരേ ബസ്സിലാണ് ഇരുവരും വരുന്നതും. നിവിയുടെ വീട് കഴിഞ്ഞ് 4-5 വീടിന് അപ്പുറമാണ് അഞ്ജനയുടെ വീട്. ഇന്ന് അഞ്ജുവിനെ ചേച്ചി ആരുടെ വീട്ടിൽ നിന്നാണ് അവൾ വന്നത്, അതാണ് ബസ്സിൽ കാണാതെ ഇരുന്നതും. എടി, നിന്നോടാണ് ഞാൻ ചോദിച്ചത് എന്തു പറ്റിയെന്ന്. താൻ ചോദിച്ചത് ശ്രദ്ധിക്കാതെ ഇരുന്നവളുടെ കയ്യിലൊന്ന് തട്ടിയിട്ട് അഞ്ജു വീണ്ടും ചോദിച്ചു. ഒന്നുമില്ലടി, എനിക്കൊരു ജലദോഷം, അതാണ് മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നത്. അഞ്ജുവിന്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടെ നോക്കിയിരുന്ന നിവി പറഞ്ഞു. പിന്നെ നീ പറഞ്ഞത് ഞാൻ അങ്ങ് വിശ്വസിച്ചതുപോലെ. സത്യം പറയടി, എന്താ നിന്റെ പ്രശ്നം? അഞ്ജു അവളെ അടുത്തേക്ക് അല്പം കൂടെ ചേർന്ന് വന്നിട്ട് തിരക്കി. ഞാൻ തന്നെയാണ് അഞ്ജു പ്രശ്നം. എന്റെ പ്രണയമാണ് പ്രശ്നമെന്ന് തോന്നുന്നു. വിങ്ങി പൊട്ടിക്കൊണ്ട് നിവി എന്തൊക്കെയോ പറഞ്ഞു. എന്താടി, എന്താ പ്രശ്നം? എന്താണെങ്കിലും തുറന്നു പറയും നിവി. അവളെ തോളിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ക്ലാസ്സിലാകെ എന്ന് നോക്കി അഞ്ജു. പിള്ളേരൊക്കെ വന്ന് തുടങ്ങി, ഇനി ഇവിടെ ഇരുന്നൊന്നും പറയാൻ പറ്റില്ല. നിവി, നീ വാ, നമുക്ക് പള്ളിയിലേക്ക് പോവാം. രണ്ടാളെയും ഭാഗമെടുത്ത് നിവിയുടെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് നടക്കുമ്പോൾ എന്തിനാ അഞ്ജുവിനും കരച്ചിൽ വന്നു. ഇവിടെ ഇരുന്നിട്ട് ആദ്യം ഒന്ന് ശ്വാസം വലിച്ചുവിട് നിവി. നീ പള്ളിക്കകത്തേക്ക് കയറി നിരത്തിയിട്ടിരിക്കുന്ന ബെഞ്ചുകളിൽ ഒന്നിൽ നിവിയെ കൊണ്ടിരുത്തിയിട്ട് അവൾക്കടുത്തിരുന്നു അഞ്ജു പറഞ്ഞു. ഇനി പറയും നിവി, എന്താ നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നെന്ന്. അവളെ കവിളിലൂടെ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് അഞ്ജന ചോദിച്ചു. മനുവേട്ടൻ ഇന്ന് വരുന്നുണ്ട് അഞ്ജു. ഇരു കൈ കണ്ടും കണ്ണുനീര് തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതിന് നീ എന്തിനാ അറിയുന്നത്? അഞ്ജു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ അറിഞ്ഞില്ലടി ഇന്ന് മനുവേട്ടൻ വരുന്നത്, എന്നോടാരും പറഞ്ഞില്ല. നിവി വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ നീ എങ്ങനെ അറിഞ്ഞെന്ന് വരുന്നുണ്ടെന്ന്? ഇന്നിപ്പോ നിനക്ക് സർപ്രൈസ് എങ്ങാനും തരാൻ വേണ്ടിയാണോ? ആലോചനയുടെ അഞ്ജന തിരക്കി. ഇത് സർപ്രൈസ് അല്ല അഞ്ജു, ഒഴിവാക്കലാണ്. പിന്നെ എങ്ങനെ ഞാൻ അറിഞ്ഞെന്ന്? മനുവേട്ടന്റെ വീട്ടിലെ സഹായത്തിന് വരുന്ന നാണിയമ്മയില്ലേ, അവൻ അമ്പലത്തിൽ വെച്ച് ഏട്ടത്തിയോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനുവേട്ടൻ എന്നെ വിളിക്കാറില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചാലും എടുക്കാറില്ല. അച്ഛനും അമ്മയും പോയ ശേഷം ഇടയ്ക്കെന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ തിരക്കാണെന്ന് പറഞ്ഞ് 1-2 വാക്ക് സംസാരിച്ചിട്ട് ഫോൺ വെച്ച് കളയും. അന്നൊന്നും ഞാൻ കരുതിയതേയില്ല ഇതൊരു ഒഴിവാക്കലാണെന്ന്. അമ്മായി ഏകദേശം 1 മാസത്തോളമായി വീട്ടിലേക്ക് വരാറില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോഴൊക്കെ അവഗണിച്ചു. എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല അഞ്ജു. പക്ഷെ ഇപ്പം എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാം. പക്ഷെ എത്ര മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും എല്ലാം മറന്ന് കളയുമെന്ന് വിചാരിച്ചാലും മനുവേട്ടൻ എൻ്റെ അല്ലെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് ആവുന്നില്ല. ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അഞ്ജു. കുനിഞ്ഞ മുഖത്തോടെ തേങ്ങി കരഞ്ഞുകൊണ്ട് പറയുന്നവളെ ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആവാതെ, ആ വേദന പകത്തെടുക്കാൻ കഴിയാതെ അവളെ ചേർത്ത് പിടിച്ചിരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അഞ്ജുവിനും. നിവി, നിന്റെ മനസ്സ് തകരാൻ അനുവദിക്കരുത്. നീ സ്വയം ഈ വേദനയിൽ നിന്ന് നീ പുറത്തു വന്നേ ആവുള്ളൂ. അഞ്ജു പറയുന്ന കേൾക്കെ ദയനീയമായി നിവി അവളെ നോക്കി. എന്തായാലും അയാൾ വരട്ടെ, എന്നിട്ട് എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് നീ കേൾക്കണം. നിന്നെ തള്ളി പറയുമെന്ന് തോന്നുന്ന നിമിഷം നീ ബോൾഡായി തന്നെ പ്രതികരിക്കണം. നിന്റെ മുഖത്തോ പെരുമാറ്റത്തിലോ അയാളെ നഷ്ടമായതിന്റെ വേദനയുണ്ടെന്ന് അവർക്ക് തോന്നരുത്. എന്നെ ഇന്ന് വേണമെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ടെന്ന സ്റ്റാൻഡ്. ഇവിടെ നീ തളർന്നു പോയാൽ അതിലും കൂടുതൽ തളർന്ന 2 പേരുണ്ടെന്ന് എപ്പോഴും നീ ഓർക്കണം. അഞ്ജു അവളെ ധൈര്യപ്പെടുത്താൻ ശ്രമിച്ചു. എനിക്കറിയാം അഞ്ജു, എൻ്റെ ഏട്ടനും ഏട്ടത്തെയും. അവരാകും എൻ്റെ വേദനയിൽ കൂടുതൽ വേദനിക്കാം. പിന്നെ എന്നെ വേണ്ടാത്ത ഒരാളുടെ പിന്നാലെ അയാൾക്കൊപ്പമുള്ള ജീവിതത്തിനോ സ്നേഹത്തിനോ വേണ്ടി ഞാൻ ഒരിക്കലും അപേക്ഷിക്കില്ല. ഒഴിവാക്കി കൊടുക്കുക തന്നെ ചെയ്യും ഞാൻ. പക്ഷേ വേദനിക്കുന്നുണ്ട്, എനിക്ക് പ്രാണൻ പോകുന്ന പോലെ നോവുന്നുണ്ട്. കണ്ണും മുഖവും ഒക്കെ അമർത്തി തുടച്ചുകൊണ്ട് പറയുന്നെങ്കിലും സഹിക്കാൻ കഴിയാത്ത നോവ് തിങ്ങി നിറഞ്ഞ് വീണ്ടും വീണ്ടും ആ മിഴികൾ ഒഴുകിക്കൊണ്ടിരുന്നു. അവൾക്കൊരാശ്വാസം എന്ന പോലെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അഞ്ജുവിന്റെ ഉള്ളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്റെ ചേട്ടൻ കടന്നുപോയ ഇതേ അവസ്ഥയിലായിരുന്നു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ സരോവരത്തിന് മുന്നിൽ 3-4 കാറുകളും 2 വീലറും ഒക്കെ കണ്ടെങ്കിലും അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത പോലെ മുന്നോട്ട് നടന്ന നിവി ഓരോന്നും പറഞ്ഞ് അവളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു അഞ്ജുവും. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നിവി. സ്നേഹം അഭിനയിച്ചവന്റെ മുന്നിൽ നീ തല ഉയർത്തി നിൽക്കണം. നിവിയുടെ വീട്ടിലെ ഗേറ്റിന് മുന്നിൽ എത്തിയപ്പോൾ അഞ്ജു വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചു. നിവി അതിന് നനവാർന്നൊരു പുഞ്ചിരിയോടെ മൂളിയതേയുള്ളൂ. അവൾ വീട്ടിലേക്ക് കയറി പോകുന്ന കണ്ടിട്ടാണ് അഞ്ജു അവളുടെ വീട്ടിലേക്ക് പോയത്.
അഞ്ജുവിന് ഒരു ചേട്ടനും ചേച്ചിയുമാണുള്ളത്. അച്ഛൻ അവളെ കുഞ്ഞിലെ മരിച്ചു പോയതാണ്. ചേട്ടൻ അഭിജിത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആഴ്ചയിലാണ് വീട്ടിലേക്ക് വരുന്നത്. ചേച്ചി ആര്യ ഭർത്താവ് പ്രവീണിന്റെ വീട്ടിലാണ്. അവർക്കൊരു കുഞ്ഞുണ്ട്. ആര്യയും അഭിലാഷും ഇരട്ടകളാണ്. ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല ഏടത്തി? സീറ്റൗട്ടിൽ നിൽക്കുകയായിരുന്ന ലക്ഷ്മിയുടെ നിവി ചോദിച്ചു. +2കാർക്ക് എക്സാം ആയതുകൊണ്ട് 9 മണിക്ക് വരാൻ പറഞ്ഞിരുന്നു. ഇനി വൈകിട്ടത്തെ ബാച്ചിനേയുള്ളൂ. ലക്ഷ്മി അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിച്ചെടുത്തിട്ട് പറഞ്ഞു. ഏട്ടൻ ഉറങ്ങുവാണോ? അകത്തേക്ക് നടക്കുന്നിടയിൽ നിരഞ്ജൻ കിടക്കുന്ന മുറിയുടെ വാതിൽ ചാരിയിട്ടിരിക്കുന്ന കണ്ട് നിവി തിരക്കി. ഇന്ന് ഊണ് കഴിക്കാൻ വൈകി. ഇപ്പൊ കഴിച്ചതേയുള്ളൂ. പിന്നെ മരുന്ന് കഴിക്കുമ്പോൾ കുഞ്ഞൊരു മയക്കം ഉള്ളതല്ലേ. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. നിവിയുടെ തലമുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് ലക്ഷ്മി പറഞ്ഞു. ഞാനിപ്പോ വരാം ഏട്ടത്തി. പറഞ്ഞിട്ട് ഭാഗം വാങ്ങി തിരിഞ്ഞവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. എന്താ നിവി? അവൾ പോകാതെ നിൽക്കുന്ന കാണി ലക്ഷ്മി തിരക്കി. മാനുവേട്ടൻ വന്നു അല്ലേ ഏട്ടത്തി? ചോദിക്കുമ്പോൾ നിവിയുടെ തൊണ്ട ഒന്ന് വിങ്ങി. ആ ചോദ്യത്തിന് ലക്ഷ്മി എന്ന് മൂളിയതേയുള്ളൂ. ഞാൻ ഫ്രഷായി വരാം ഏട്ടത്തി. പറഞ്ഞിട്ട് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ തന്റെ റൂമിലേക്ക് കയറി വാതിലടച്ചു നിവി. അവളുടെ ജീവിതം എങ്കിലും നന്നായി പോകുമെന്ന് കരുതിയതാണ്. അതും ഇങ്ങനെയായി. ദൈവം നാളെ അവൾക്ക് എന്താണോ കരുതി വെച്ചിരിക്കുന്നത് അത് നല്ലതാവട്ടെ. ഉള്ളിൽ തിളച്ചു മറയുന്ന കുറേയേറെ സങ്കടങ്ങൾക്കൊപ്പം ഈ വേദനയും നെഞ്ചിലേറ്റി അടുക്കളയിലേക്ക് നടന്നു ലക്ഷ്മി.